ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. ഇവിടെയൊന്നും ആവശ്യമില്ലെങ്കിലും നാളെ മറ്റുള്ളവരെ ചോദിക്കില്ലേ അഷിതയുടെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നേന്ന്? അപ്പൊ എന്ത് മറുപടി പറയും? അതുകൊണ്ടാ ചേച്ചി പറഞ്ഞത്, അല്ലേ ചേച്ചി? പെൺകുട്ടികളായി ജനിച്ച ഒരു ദിവസം മറ്റൊരു വീട്ടിലേക്ക് പോയല്ലേ പറ്റൂ. അതെ അതെ അതെ. പെൺകുട്ടികൾക്ക് സ്വന്തം വീട് വിരുന്ന് ചെല്ലുന്ന സ്ഥലവും വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട് സ്വന്തം വീടായി മാറും. അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ ആർക്കും എവിടെയും നിൽക്കാം. അവരവരുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം. അതെ, അഷിക്ക് എപ്പോ വേണേലും അവളുടെ വീട്ടിൽ പോകാനും അച്ഛനമ്മമാരുടെ കൂടെ നിൽക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ വീട്ടിലുണ്ട്. അവളെ അതിനാരും തടയില്ല. ഞങ്ങളുടെ അഷി ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. അതുകൊണ്ടല്ലേ ഇത്രയും നല്ല കുടുംബത്തില് വരാൻ അവൾക്ക് സാധിച്ചത്. നാത്തൂനിപ്പൊ സമാധാനായില്ലേ? അഷി അവിടെ നിന്ന് പോയതേ പിന്നെ നാത്തൂൻ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഏതു നേരവും മോളുടെ കാര്യം പറഞ്ഞ് കരച്ചിലുമാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ പൂർണിമേ. ഞാൻ എന്റെ പ്രാണനായ എന്റെ മോളെ വളർത്തിയത്. ഇവളിവിടെ സന്തോഷത്തിലാ കഴിയുന്നതെന്ന് നേരിട്ട് കാണുന്നവരെ ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? അമ്മയ്ക്ക് ഒരു സങ്കടവും വേണ്ട, ഞാനിവിടെ ഹാപ്പിയാ. ദേ, വെറുതെ ഭക്ഷണം കഴിക്കാതെ അസുഖമൊന്നും വരുത്തി വെക്കരുത്. അതെ, മോളെ കണ്ടപ്പോ അമ്മയുടെ എല്ലാ ആദ്യം മാറി. എന്റെ മോളുടെ സന്തോഷം മുഖത്ത് തന്നെ അറിയാനുണ്ട്. അഷിതയെ സ്വന്തം മോളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇവളുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അതെ അതെ, വസുമതിയെ കുറ്റം പറയാൻ പറ്റില്ല. മക്കള് സുരക്ഷിതരാണെന്ന് എത്ര ഉറപ്പുണ്ടെങ്കിലും മക്കളുടെ കാര്യത്തിൽ അമ്മമാർക്ക് ടെൻഷനായിരിക്കും. അതങ്ങനെയാ. അതെ അതെ, വസുമതിക്ക് പിന്നെ ടെൻഷൻ പൊതുവേ കുറച്ച് കൂടുതലാ, അല്ലേ ദേവാ? അതെ. നിങ്ങളിരിക്കും, ഞാൻ പോയി ചന്ദ്രമതിയും സഹദേവനെയൊക്കെ വിളിച്ചോണ്ട് വരാം. ശരി. എന്റെ മോള് കുറച്ച് ക്ഷീണിച്ചോ ഗിരിജ? ഏയ് ഇല്ല, അത് നാത്തൂര് സ്നേഹക്കൂടലുണ്ട് തോന്നാം. ഏയ് അല്ല, എന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്ന സങ്കടത്തിന്റെ ഈ ക്ഷീണം എനിക്കറിയാം. അപ്പോ നീയല്ലേ മോള് നന്നായിരിക്കുന്നെന്ന് കുറച്ചു മുമ്പ് പറഞ്ഞത്? ആ, ഇടയ്ക്കൊക്കെ വരുമെന്ന് പറഞ്ഞ് രണ്ടുപേരും പോയിട്ട് പിന്നെ വന്നതേ ഇല്ലല്ലോ. അനുജത്തിയുടെ കല്യാണത്തിന്റെ കുറച്ച് തിരക്കുകളിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാ ഒന്ന് സ്വസ്ഥായേ. ആഹാ, എന്നിട്ട് അനുജത്തിയുടെ കല്യാണം ഞങ്ങളെ ആരെ ക്ഷണിച്ചില്ലല്ലോ. കല്യാണത്തിന്റെ എല്ലാ കാര്യവും നോക്കിയത് ചെക്കന്റെ വീട്ടുകാരായിരുന്നു. അതുകൊണ്ടാ പിന്നെ ക്ഷണിക്കാതിരുന്നേ. അതൊന്നും സാരമില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. ഞങ്ങൾക്ക് കൂടേണ്ടത് ദുർഗയുടെ കല്യാണോ? ഞങ്ങളുടെ ജയശ്രീ മാഡത്തിന്റെ മോളുടെ കല്യാണം. അതിന് ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ വരും. ഞങ്ങളിപ്പോ വന്നത് മറ്റൊരു കാര്യം കൂടി അറിയാനാ. എന്താ കിരൺ? അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോ അവസാന സമയത്ത് ഒരു അമ്മയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്നു അറിഞ്ഞു. അത് ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? പഴയ റെക്കോർഡ്സിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഞാൻ നോക്കിയിട്ട് പിന്നെ പറഞ്ഞാ മതിയോ? ആ, അത് മതി. എത്രയും പെട്ടെന്ന് വേണം. ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. എന്നാ ശരി, അകത്തേക്ക് വരൂ. വേണ്ട, മറ്റാരും ഇത് അറിയരുത്. അതുകൊണ്ട് ഞങ്ങളോട് നിന്നോളാം. ശരി. കിരൺ, ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു നിമിത്തം പോലെയാ ഈ സ്നേഹാലയത്തിൽ നിന്ന് അമ്മയുടെ പിറന്നാളിന് എനിക്ക് ക്ഷണം വന്നതും നമ്മൾ ഇവിടെ എത്തിയതും. അതുകൊണ്ടാണല്ലോ കിരണിന്റെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നോക്കുമ്പോ ഇതിനും ഒരു തുമ്പ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുവരെ എത്തില്ലല്ലോ. കിരൺ, നിങ്ങൾ അന്വേഷിച്ചു വന്ന അമ്മയുടെയും കുഞ്ഞിന്റെ വിവരങ്ങള് ഈ ഫയലിലുണ്ട്. സംശയിക്കണ്ട, അതിൽ പറഞ്ഞിരിക്കുന്നവർ കിരണിന്റെ അമ്മയും കിരണും തന്നെയാണ്. അയ്യോ സോറി, ഞാനേ കുറച്ച് ലേറ്റായി പോയി. അത്യാവശ്യമായിട്ടൊരു കോളിലായിരുന്നേ.
ഓ അതൊന്നും സാരമില്ല. നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ് ഒക്കെ? നിങ്ങളുടെ തിരക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ അഷിതയെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. കല്യാണത്തിന് ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരാതി പറയുന്നതിലോ പിണക്കം കാണിക്കുന്നതിലോ എന്തർത്ഥാണുള്ളത്? ചന്ദ്രമതി എന്താ ഒന്നും മിണ്ടാത്തെ? എന്ത് മിണ്ടാനാ, നിങ്ങൾ സംസാരിക്കല്ലേ? അല്ല, അബിയും തുറകി അഞ്ജലിയൊന്നും വന്നില്ലല്ലോ, എന്തു പറ്റി? പിള്ളേർക്ക് ഓരോ തിരക്കുകളല്ലേ. പിന്നെ ഇത്തരം ചടങ്ങുകളോടൊന്നും പുതിയ തലമുറയ്ക്ക് യാതൊരു താല്പര്യവും ഇല്ലല്ലോ. അവരുടെ കാഴ്ചപ്പാടിന് ആരെ എപ്പോ വേണമെങ്കിലും പോയി കാണാമെന്നല്ലേ. ഒരു കണക്കിന് പറഞ്ഞാ അത് തന്നെയല്ലേ ശരി. മനുഷ്യര് ജീവിക്കേണ്ടത് അവരവരുടേതായ സന്തോഷത്തിന് വേണ്ടിയാ, അല്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാവരുത്. മോളെ, ഞങ്ങൾ കൊണ്ടുവന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കേ. അല്ല, എന്താ ഇതൊക്കെ? ഞാനൊന്ന് നോക്കട്ടെ. ചെറുക്കന്റെ വീട്ടിൽ വിവാഹശേഷം ആദ്യമായിട്ട് വരുമ്പോഴേ ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? വെറും കൈയോടെ വരാൻ പാടില്ലല്ലോ. അതെ, അതുകൊണ്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയതാ. അപ്പൊ ചടങ്ങുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലേ? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ ചെറുക്കന്റെ വീട്ടിലെ അവരുടെ അന്തസ്സിനനുസരിച്ച സാധനങ്ങൾ വേണം കൊണ്ടുവരാൻ. എന്റെ മറുവീട് കാണലിന് AC ഫ്രിഡ്ജും അടക്കം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. അതാണ് അന്തസ്സുള്ള കുടുംബക്കാര് ചെയ്യാറ്. നാളെ ഞങ്ങളുടെ പല്ലവിയുടെ കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. നിനക്ക് എന്താ ചന്ദ്രേ, അതൊന്നും ഇവിടെ ഇല്ലാത്തതല്ലോ. ഇവിടെ സാധനങ്ങൾ ഇല്ലാത്തോണ്ടല്ലോ ഞാനും നീരജയും കല്യാണം കഴിഞ്ഞപ്പോ ഒരു ലോഡ് സാധനങ്ങൾ കൊണ്ടുവന്നേ. ഒന്നും വാങ്ങിക്കൊണ്ട് വരണ്ടെന്ന് പൂർണിമ പറഞ്ഞോണ്ടാ ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങാതിരുന്നേ. അതെ, ഞാനാ ഇവരോട് അങ്ങനെ പറഞ്ഞത്. അത് പൂർണിമയുടെ മര്യാദ. പക്ഷെ ചടങ്ങുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം പെണ്ണിന്റെ വീട്ടുകാർക്കുണ്ട്. ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. ഇവിടെയൊന്നും ആവശ്യമില്ലെങ്കിലും നാളെ മറ്റുള്ളവരെ ചോദിക്കില്ലേ അഷിതയുടെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നേന്ന്? അപ്പൊ എന്ത് മറുപടി പറയും? അതുകൊണ്ടാ ചേച്ചി പറഞ്ഞത്, അല്ലേ ചേച്ചി? അതിപ്പോ എന്തോ പറയാനാ, ഈ കല്യാണ ചെലവ് നോക്കിയ പോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് അത് മോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഫർണിച്ചറോ സാധനങ്ങളോ കൊണ്ടുവന്നില്ലെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഈ അച്ചപ്പവും കൊഴലപ്പൊക്കെ കൊണ്ടുവന്നത് ഞങ്ങളെ നാണം കെടുത്താനാണോ?